ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എന്തിനെ പറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിന്, നമ്മൾ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വേഗം അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സോറി, കാരണം എന്താ വെച്ചാൽ വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് കുറേ ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയി. അനിയത്തിൻ്റെ ഡെലിവറി ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് അങ്ങോട്ട് കണ്ടുപോക്കൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിപ്പോയി. ഇപ്പം അൽഹംദുലില്ലാ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ച് കുറേ ആയി ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇനി ഞാനിപ്പോൾ വേറെ സ്ക്രഞ്ചീസിൻ്റെ ആയാലും വേറെ വീഡിയോസൊക്കെ ഇടുന്നതിന് മുമ്പേ എനിക്ക് ഈ ഒരു വീഡിയോ ഇടണം എന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ, അവരിങ്ങനെ കാത്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റീപ്ലൈ കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ ഓരോ സ്ക്രഞ്ചീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ കുറച്ച് എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസിപ്പീസ് ഉണ്ട്, വ്ളോഗ് ഉണ്ട്, അതുപോലെ തന്നെ ചലഞ്ചസ് ആയിട്ട് കുറച്ച് ചലഞ്ച് വീഡിയോ ചെയ്തിന്. ഇപ്പോൾ സ്ക്രഞ്ചീസിൻ്റെ വീഡിയോസും ചെയ്യുന്നുണ്ട്. മുന്നേ ഞാൻ ഒരു 2 വർഷം മുന്നാന്ന് തോന്നുന്നു സ്ക്രഞ്ചീസിൻ്റെ വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു വ്ളോഗിലുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു കൊച്ചു ഫാമിലിയിൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ പറയാൻ പറ്റുന്നത്, അങ്ങനെയല്ല, വീഡിയോസിൽ എനിക്ക് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. നല്ല പറയാം, മോശം ഉണ്ടെങ്കിൽ മോശവും പറയാം. അപ്പം കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്ക് മാറ്റാൻ പറ്റുമല്ലോ, സംഭവങ്ങളൊക്കെ മാറ്റാൻ വരുത്താൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചിലവളി അങ്ങനെ ഓവർ ഡിലേ ആക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു നോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു നോട്ടാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സ്ക്രഞ്ചീസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എത്ര സ്ക്രഞ്ചീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? 1 2 3 4 5 സ്ക്രഞ്ചീസ് ഞാൻ ഫസ്റ്റ് വീഡിയോ കുറച്ച് മാസം മുന്നേ, ഈ ഒരു മാസം മുന്നേ തോന്നുന്നു 5 സ്ക്രഞ്ചീസിൻ്റെ വീഡിയോസ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്കിന്നി, മിനി, മീഡിയം, ലാർജ്, എക്സൽ. അപ്പോൾ ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ റേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് കണ്ട ആ വീഡിയോസിൽ പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, മെഷർമെൻറ്റ് ഒന്നും പറഞ്ഞു തരുമോയെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടു നോക്കാം. അതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മെഷർമെൻറ്റും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ബോവും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രഞ്ചീസ് കഴിഞ്ഞ് ബോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നത്. അഥവാ മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തിട്ട് എന്നോട് പറയണം ഇന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ. അപ്പോൾ എന്നാലാവുന്ന രീതിയിൽ ഞാനതൊന്ന് തിരുത്തിത്തരാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എലാസ്റ്റിക് വന്നിട്ട് 9 ഇഞ്ചാണ്. അപ്പോൾ ഒരു മിനിറ്റ്, കുറേ ആൾക്കാർ ഇഞ്ചും സെൻറ്റിമീറ്ററും ബേസിൽ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു നമ്മുടെ ടാപ്പ് എടുത്തിട്ട് തരാം. അതിൻ്റെ ഇഞ്ചും പറഞ്ഞു തരാം. ഓക്കെ, സോറി ട്ടാ, ഇഞ്ചല്ല, സെൻറ്റിമീറ്റർ. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്താ പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എടുത്തിട്ടില്ല ഈ ഒരു എലാസ്റ്റിക്കിൽ, ഈ ഒരു 5 സ്ക്രഞ്ചീസ് അല്ലേ, സ്കിന്നി, മിനി, മീഡിയം, ലാർജ്, എക്സൽ. ഈ ഒരു 5 സ്ക്രഞ്ചീസിലും ഞാൻ എടുത്തിട്ടുള്ള എലാസ്റ്റിക് വന്നിട്ട് 9 ഇഞ്ച് എലാസ്റ്റിക്കാണ്. 9 ഇഞ്ച് പറയുമ്പോൾ 23 സെൻറ്റിമീറ്റർ. 23 സെൻറ്റിമീറ്റർ അളവിലാണ് ഞാൻ 1/2 ഇഞ്ചിൻ്റെ 9 ഇഞ്ച് 23 സെൻറ്റിമീറ്ററാണ് ഞാൻ എന്തെടുത്തിട്ടുള്ളത്, എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്കിന്നി നോക്കാം. അപ്പോൾ ഈ സ്കിന്നിൻ്റെ വീഡിയോ എവിടെയെന്നില്ലെങ്കിൽ ചിന്തിക്കില്ലേ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്കിന്നിൻ്റെയും മിനിൻ്റെയും ലാർജിൻ്റെയും എക്സലിൻ്റെയും സ്മോളിൻ്റെ ഒക്കെ
മീഡിയത്തിൻ്റെ ഒക്കെ സ്മോളില്ല, മീഡിയത്തിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കാം, സ്കിന്നി എത്ര അതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം, എന്നിട്ട് അതിൻ്റെ റേറ്റ് പറയാം. അപ്പോൾ ഞാനിവിടെ സ്കിന്നി എടുത്തിട്ടുള്ളത് 3 ഇഞ്ച് പറയുമ്പോൾ 7.5 സെൻറ്റിമീറ്ററാണ് 3 ഇഞ്ച് വീതി, 3 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 42 ഇഞ്ച് നീളവും എടുത്തിട്ടുള്ളത്. അപ്പം 42 ഇഞ്ച് പറയുമ്പോൾ എത്ര 107 സെൻറ്റിമീറ്ററും, അപ്പോൾ 3 ഇഞ്ച് 107 സെൻറ്റിമീറ്റർ നീളം, അതാണ് നമ്മുടെ സ്കിന്നിയിൽ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ റേറ്റ് വന്നിട്ട് 30 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്ന റേറ്റ്. അപ്പോൾ ഈ ഒരു സ്കിന്നി സ്ക്രഞ്ചിക്ക് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് 30 രൂപയാണ്. നമ്മൾ ക്ലോത്ത് നോക്കുക, സാറ്റിനിലും പിന്നെ നമ്മളിപ്പോൾ റേറ്റ് കൂടിയ ക്ലോത്ത് ക്രേപ്പിലൊക്കെ ആണെങ്കിൽ സാറ്റിനായിട്ടും ക്രേപ്പിലായിരിക്കും റേറ്റ് കുറവ്. അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ഏതിലാണോ കൂടുതൽ നോക്കിയിട്ട് എന്തായാലും നമുക്ക് ലാഭമേ ഉണ്ടാവും, നഷ്ടം എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നോക്കിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന റേറ്റാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ക്ലോത്തിൻ്റെ റേറ്റ് എനിക്കറിയില്ലല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്ന റേറ്റ് പറഞ്ഞിട്ടുണ്ട് 30 രൂപ. ഇനി നമുക്ക് അപ്പോൾ മനസ്സിലായില്ലേ എത്ര രൂപയാണ്. മിനി നോക്കാം, നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് മിനി സ്ക്രഞ്ചിയാണ് ചെറുത്. അപ്പോൾ നമുക്ക് മിനി സ്ക്രഞ്ചിൻ്റെ ഞാൻ 4.5 ആണ് എടുത്തിട്ടുള്ളത് ഇഞ്ച്, 4.5 ഇഞ്ച്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 സെൻറ്റിമീറ്റർ ആയിട്ട് വരും, 11.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു 11 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. 11 സെൻറ്റിമീറ്റർ വീതിയും 22 ഇഞ്ച് സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, ഞാനെന്നെ പറയുന്നത് എനിക്ക് മാറിപ്പോൾ 22 ഇഞ്ച് സെൻറ്റിമീറ്റർ പറയുമ്പം 56 സെൻറ്റിമീറ്റർ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 25 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്ന റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര റേറ്റ് വേണമെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യാം കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് മീഡിയം നോക്കാം. നമ്മളെ കൂട്ടത്തിൽ ചെറിയതാണ്. ഞാനില്ലേ ഈ ഉണ്ടാക്കിയ സ്ക്രഞ്ചസൊക്കെ പല ഭാഗങ്ങളിലേക്കായിട്ട് പോയി, എൻ്റെ അനിയത്തി എടുത്ത് അരിക്കല്ലോ കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം ഇപ്പം എൻ്റെ സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാത്തത്. ഇനി നമ്മൾ നോക്കുന്നത് മീഡിയം സ്ക്രഞ്ചിയാണ്. മീഡിയം സ്ക്രഞ്ചി നമ്മൾ അത്യാവശ്യം കാണാൻ നല്ല ബർക്കത്തില്ല സാധനം തന്നെയാണ്. മീഡിയം ആയാലും ലാർജ് ആയാലും എക്സൽ ആയാലും സ്കിന്നി ആയാലും. സ്കിന്നി പറയുമ്പോൾ കുറച്ച് നീരിയതായിരിക്കും, പക്ഷെ നല്ല സ്ട്രെച്ചബിൾ വലുതായിരിക്കും. മിനി ചെറുതാണ്, സ്ട്രെച്ചബിളും കുറവാണ്. മിനിയിൽ നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത് 6 ഇഞ്ചസ് ആണ്. 6 ആണോ 7 ആണോ? 7 ഇഞ്ചസ് ആയിരിക്കും നമ്മൾ എലാസ്റ്റിക് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ മിനി സ്ക്രഞ്ചി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ താഴെയുണ്ട്, അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന മെത്തേഡ് രണ്ട് തരം മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് എന്താക്കണം, ആ വീഡിയോസ് കാണണം. അപ്പോൾ നമുക്കിനി എന്താക്കാം, ഓവർ വീഡിയോ ലെങ്ത്ത് കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഇനി നമുക്ക് മീഡിയം സ്ക്രഞ്ച് നോക്കാം. മീഡിയം സ്ക്രഞ്ച് വന്നിട്ട് നമ്മൾ എടുക്കുന്ന ഇഞ്ച് വീതിൻ്റെ ഇഞ്ച് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് പറയുമ്പോൾ 10 സെൻറ്റിമീറ്റർ. നിങ്ങളൊരു നോട്ടും പെന്നും എടുത്തിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ആദ്യം എഴുതി വെക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഞാൻ അതേപോലെ എഴുതി വെച്ചിട്ട് നിങ്ങളോട് പറയുന്നത്. എൻ്റെ തലയിൽ എന്തായാലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഞാൻ എത്ര എടുത്തെന്നുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ 4 ഇഞ്ച് വീതി, 4 ഇഞ്ച് വീതിയും നീളം വന്നിട്ട് 42 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 42 എത്രയാണ്, 100 സെൻറ്റിമീറ്ററാണ്, 107 സെൻറ്റിമീറ്ററാണ് 42 ഇഞ്ച് വരുന്നത്. അപ്പോൾ വീതി 4 സെൻറ്റിമീറ്റർ, നീളം 42, വീതി 4 ഇഞ്ച്, നീളം 42 ഇഞ്ച്, 42 ഇഞ്ച് 4 ഇഞ്ച്, അത് നോക്കാം കേട്ടോ. അപ്പോൾ സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ 10 സെൻറ്റിമീറ്ററും വീതിയും 107 സെൻറ്റിമീറ്റർ നീളവും. മനസ്സിലായില്ലേ. ഇനി നമുക്ക് അതിൻ്റെ റേറ്റ് വന്നിട്ട് 35 രൂപയാണ് നമുക്ക് അതിലത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കാം. അപ്പം 32 ഇഞ്ചാണ് റേറ്റ്. ഇനി അടുത്ത് നമുക്ക് ലാർജ് നോക്കാം. ലാർജ് നമ്മളെ കൂട്ടത്തിൽ കുറച്ച് വലുത്, അതിലും വലുതാണ് എക്സൽ. അപ്പം നമുക്ക് എന്താക്കാം, ലാർജ് എത്രയാണ് വരുന്നത് നോക്കാം. ലാർജ് ഞാൻ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് വീതിയും 42 ഇഞ്ച്,
42 ഇഞ്ച് നീളും, 5 ഇഞ്ച് വീതിയാണ്. നീളം രണ്ടിൻ്റെ സെയിം ആണ്. ഇപ്പോൾ നീളം എന്തിൻ്റെ എല്ലാം സെയിം എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ സെയിം ആണ്, മീഡിയത്തിൻ്റെത്, ലാർജിൻ്റെ, എക്സലിൻ്റെ ഒക്കെ നീളം സെയിമാണ് 42 തന്നെ. പക്ഷേ വീതിയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അപ്പോൾ ഇവിടെ ലാർജ് എടുത്തിട്ടുള്ളത് 5 ഇഞ്ച് വീതിയും 42 സെൻറ്റിമീറ്റർ നീളം. അത് നമുക്ക് 42 ഇഞ്ച് നീളും. സെൻറ്റിമീറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് തന്നെ മാറിപ്പോകും, സോറി കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സെൻറ്റിമീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം, 13 സെൻറ്റിമീറ്ററും 107 സെൻറ്റിമീറ്ററും എടുക്കാം. ഓക്കെ, സെറ്റ്. ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കട്ടെ. ഇനി നമുക്കിതിന് എടുക്കാൻ പറ്റിയ റേറ്റ് 40 രൂപയാണ്. 40 രൂപ നമുക്ക് ഈ ഒരു ലാർജ് സ്പഞ്ചിക്ക് എടുക്കാം. ഇനി നമുക്ക് എത്ര എടുക്കണം? നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഏതാണ്? എക്സൽ സ്പഞ്ചിയാണ്. എക്സൽ സ്പഞ്ചിക്ക് നമ്മൾ എടുക്കുന്ന വീതി 6 ഇഞ്ചാണ്. അതുപോലെ തന്നെ 42 ഇഞ്ച് നീളം. വീതി 6 ഇഞ്ചും 42 ഇഞ്ച് നീളവും. അപ്പോൾ അതിൻ്റെ സെൻറ്റിമീറ്റർ നോക്കുകയാണെങ്കിൽ 15 സെൻറ്റിമീറ്ററും 107 സെൻറ്റിമീറ്ററും. അപ്പോൾ അത് നോക്കാം. അപ്പം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇതിന് എത്ര റേറ്റ് എടുക്കാം? 50 രൂപ എടുക്കാം. അപ്പം 50, 40, 35, 25, 30. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ വാങ്ങുന്ന ക്ലോത്തൊക്കെ നോക്കിയിട്ട് എന്താക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കാം. ഒരു 5 രൂപ ഒക്കെ എന്തായാലും 1 മീറ്റർ ക്ലോത്ത് വാങ്ങിയാൽ നമുക്ക് ലാഭം ഉണ്ടാവും. നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു മീഡിയം ആയാലും ലാർജ് ആയാലും എല്ലാം കുറേ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ലാഭം ഉണ്ടാവും വാങ്ങുന്നതിൽ. അപ്പോൾ നോക്കിയിട്ട് ക്ലോത്തിൻ്റെ റേറ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്താക്കണം, ഇതിൻ്റെ റേറ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുക. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, എങ്ങനെയാണ് ഇത് ഡെലിവറി ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഡെലിവറീൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ദൂരത്തു നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊറിയർ റേറ്റ് സെൻഡാക്കി കൊടുക്കുക, പ്ലസ് ഷിപ്പിംഗ് കൂടെ ആഡ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്ന കുട്ടികളാണെങ്കിൽ അവരൊക്കെ കോളേജിൽ നിന്ന് തന്നെ സെയിൽ ചെയ്യാമല്ലോ. അപ്പം പിന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ എന്താക്കുക, ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാം കിട്ടില്ലെങ്കിലും വീഡിയോസൊക്കെ എടുത്തിട്ട് എന്താക്കുക, സ്റ്റോറി ഇടാം. സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടുക. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ടതല്ല, ഇപ്പോൾ എല്ലാവർക്കും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന നല്ല ഐഡിയാസ് ഉള്ളതാണ്. നമ്മളിങ്ങനെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അല്ല വൈകുന്നേരം രാവിലെയൊക്കെ ഒരു നല്ല ഓറഞ്ച് കളറ് വെയിൽ കിട്ടുന്ന ടൈമിൽ നമ്മളെന്താക്കുക, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്താൽ നമ്മൾ സാധനം വൈറ്റിലൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുത്താൽ എന്താവും, നല്ല അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഒരുപാട് ലോങ് വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിനെ ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ എന്തുണ്ടാവും, ബാക്കിയുടെ സ്ക്രഞ്ചീസും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്ക്രഞ്ചീസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത്. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം വ്ളോഗും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ എനിക്ക് സ്ക്രഞ്ചീസിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്ത് വെച്ചിട്ട് തന്നെ പോകും. അപ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോഴത്തേക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടില്ലേ വീഡിയോ റേറ്റ് ഇപ്പോൾ 5 റേറ്റാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും കുറേ കോംബോ പാക്കിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. എങ്ങനെയാണ് കോംബോ ആയിട്ട് കൊടുക്കാമല്ലോ നമുക്ക്. അപ്പം അതൊക്കെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്ത് പറഞ്ഞു തരാം. അപ്പം വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ട് നോക്കുക ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.